ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ലേൺ സൈക്കോളജി ഇൻ മലയാളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രൂപ്പ് തിങ്ക് തിയറിയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രൂപ്പ് തിങ്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. ഗ്രൂപ്പ് തിങ്ക് തിയറി നിങ്ങൾ സോഷ്യൽ സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ടോപ്പിക് അതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം പേപ്പറിൽ ഈ ഒരു ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കതെന്താണെന്നുള്ളത് സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്രൂപ്പ് തിങ്ക് എന്നുള്ള ഒരു ടേം കൊണ്ടുവന്നിട്ടുള്ളത്, ഗ്രൂപ്പ് തിങ്ക് തിയറി കൊണ്ടുവന്നിട്ടുള്ള ആൾ തന്നെയാണ് നെയിം ഇർവിൻ ജാനിസ്. ഇർവിൻ ജാനിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കൊണ്ടുവന്നിട്ടുള്ള ഇയറും ഇമ്പോർട്ടൻ്റ് ആണ്. 1972 കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് തിയറിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഗ്രൂപ്പ് തിങ്ക് എന്നുള്ള ഒരു ടേം എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കാം. അത് മനസ്സിലായാലും നമുക്ക് തിയറി മനസ്സിലാക്കാൻ സിമ്പിളാണ്. ഗ്രൂപ്പ് തിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ്, ഒരു ആലോചനയുടെ ഒരു മോഡ് ഓഫ് തിങ്കിങ് ആണ്. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? വളരെയധികം ഒത്തൊരുമയുള്ള മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിൽ അവരൊരു തീരുമാനം എടുക്കുമ്പോൾ, ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർ വിചാരിക്കുകയാണ് ആ തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണ്, ഏറ്റവും ഉതകുന്ന ഒരു തീരുമാനമാണ്, ഒരിക്കലും തെറ്റാത്ത ഒരു തീരുമാനമാണ് എന്നുള്ള രീതിയിൽ അവരതിനെ എന്ത് ചെയ്യുന്നു? പെർസീവ് ചെയ്യുന്നു, വിചാരിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഗ്രൂപ്പ് തിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോ ഗ്യാങ്ങുകളുണ്ട് അല്ലേ, ഫ്രണ്ട്സ് ഗ്യാങ്. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളായിരുന്നപ്പോൾ ക്ലാസ്സിൽ ഒരുപാട് ഗ്യാങ്ങുകൾ നമുക്ക് കാണാം, വലിയ കുട്ടികളുടെ ഇടയിലും കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്യാങ്ങുകളായിട്ട് ഫോം ചെയ്യുമ്പം നിങ്ങളെടുക്കുന്ന നയങ്ങളാണ് ഏറ്റവും ഉതകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിസിഷൻസാണ് ഏറ്റവും ബെറ്ററായിട്ട് വരുന്നത് എന്നുള്ളൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് അല്ലേ. നമ്മളെല്ലാവരും കൂടെ ചേർന്നെടുത്ത ഈ ഡിസിഷൻ ഒരിക്കലും തെറ്റില്ല എന്നുള്ളൊരു വിചാരമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് മറ്റൊരു ഡിസിഷനിലേക്ക് പോകാനോ ഒന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാനോ, ഇത് ശരിയാണോ, നമ്മളെടുത്ത ഡിസിഷൻ ശരിയാണോ എന്ന് നമുക്കൊന്നുകൂടെ ആലോചിക്കാം എന്നുള്ളൊരു കാര്യത്തിലേക്ക് തന്നെ അത് നീങ്ങാതെ നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവിങ്, ആ പ്രശ്നം സോൾവ് ചെയ്യുന്ന ഒരു എഫിഷ്യൻസിനെ തന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവരും കൂടെ എടുത്ത തീരുമാനം എന്തായാലും ശരിയാകും എന്നുള്ളൊരു വിചാരം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ട തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോയി എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പ് തിങ്ക് ക്ലിയർ അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് തിങ്ക് തിയറി എന്താണെന്ന് നമുക്ക് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ചു നോക്കാം അല്ലേ. ദ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് എ ഗ്രൂപ്പ് ഇസ് ഹൈലി കോഹസീവ് ദെൻ ദേ ബിലീവ് ദാറ്റ് ദെയർ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റീസ് ആസ് എ ഗ്രൂപ്പ് cannot be wrong and all the members must support the decision taken by the group. എന്താണ് പറയുന്നത്? ഹൈലി കൊഹസീവായിട്ടുള്ള ഗ്രൂപ്പ്. ആ ടേം നിങ്ങൾ അതിൽ എന്തായാലും മെൻഷൻ ചെയ്യണം കേട്ടോ ഗ്രൂപ്പ് തിങ്ക് തിയറി എഴുതുമ്പോൾ. ഹൈലി കൊഹസീവായിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ വളരെയധികം ഒത്തൊരുമയുള്ള ഒരു ഗ്രൂപ്പിൽ സംബന്ധിച്ച് അവർ വിചാരിക്കുകയാണ് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് വളരെ അധികമാണ്, അതുകൊണ്ട് തന്നെ അവരെടുക്കുന്ന ഡിസിഷൻസ് ഒരിക്കലും തെറ്റുകയില്ല എന്നുള്ളത് അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ, ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർ കൂടെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ തുറന്നു പറയാതെ ഗ്രൂപ്പ് എടുക്കുന്ന ഡിസിഷൻ ശരിവെക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഗ്രൂപ്പ് എടുത്ത ഡിസിഷന് എതിരായിട്ടുള്ളൊരു ഡിസിഷൻ ആരെങ്കിലും ഉന്നയിക്കുക, അതായത് ഗ്രൂപ്പിൻ്റെ ഉള്ളിലുള്ള ആൾ തന്നെ നമ്മൾ എടുത്ത തീരുമാനം ശരിയാണ് പക്ഷേ ഇങ്ങനെ ആയിക്കൂടെ എന്നുള്ളത് ഒരാൾ പറയാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഗ്രൂപ്പ് നിങ്ങളെടുത്ത തീരുമാനം വളരെ മണ്ടത്തരമായി പോയി എന്നുള്ള രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ അവർ വിശദീകരിക്കുമ്പോഴും നമ്മളത് എന്ത് ചെയ്യും? നമ്മളെടുത്ത തീരുമാനം ഒരിക്കലും തെറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഓപ്പോസിറ്റായിട്ട് ആരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യുന്നു, ആരൊക്കെ നമ്മളുടെ എതിരെ തിരിയുന്നു, അവരുടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഭിപ്രായങ്ങൾ റിജക്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അതാണ് ഒരു ഗ്രൂപ്പ് തിങ്കിൽ സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട 2 പോയിന്റ്, ഹൈലി കൊഹസീവായിട്ടുള്ള ഗ്രൂപ്പിലാണ് ഇത് സംഭവിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഗ്രൂപ്പിനെതിരായിട്ട് ആരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അത് റിജക്റ്റ് ചെയ്യും എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക? എന്തായാലും മെൻഷൻ ചെയ്യേണ്ട 2 പോയിൻറ്റ്സാണ്. ചില ടൈപ്പ് ഓഫ് ലീഡേഴ്സ് ഉണ്ട്, വളരെ സ്ട്രോങ് ആയിരിക്കും, അതുപോലെ തന്നെ അവർ വളരെ പേഴ്സ്വേസീവ് ഗ്രൂപ്പ് ലീഡർ ആയിരിക്കും. പേഴ്സ്വേസീവ് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന നയങ്ങളെ വളരെയധികം അവരുടെ മെമ്പേഴ്സിനോട് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന ലീഡേഴ്സ് ഉണ്ടാകും. അവർ പറയുന്ന വഴിയിലൂടെ തന്നെ അവരെ നടത്താൻ കഴിവുള്ള ലീഡേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ള ലീഡേഴ്സ് ഉള്ള ഗ്രൂപ്പിലാണ് ഇത് ഒരുപാട് സംഭവിക്കാറുള്ളത്. അതുപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് ഗ്രൂപ്പ് കൊഹഷൻ, അത് നമ്മൾ പറഞ്ഞതാണല്ലോ, വളരെയധികം ഒത്തൊരുമയുള്ളൊരു ഗ്രൂപ്പിലായിരിക്കും ഇത് സംഭവിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു ഏർജൻസി അവിടെ ഉണ്ടാകും. ഏർജൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം, ഇല്ലെങ്കിൽ ഇനി കയ്യിൽ നിന്ന് പോകും എന്നുള്ള രീതിയിൽ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും പൊതുവെ ഇത് ഇങ്ങനെ ആവാറുള്ളത്. ഒരു ഗ്രൂപ്പ് പെട്ടെന്ന് ചാടിക്കയറി എടുക്കുന്ന തീരുമാനമായിരിക്കും.
അതാണ് ഇൻറ്റൻസ് പ്രഷർ ഫ്രം ദ ഔട്ട്സൈഡ് ടു മേക്ക് എ ഡിസിഷൻ. പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട്. ഈ 4 കാര്യങ്ങളും ഉള്ള ഗ്രൂപ്പുകളിലാണ് ഗ്രൂപ്പ് തിങ്ക് പൊതുവെ ഒക്കെയർ ചെയ്യാറുള്ളത് എന്നുള്ള പോയിൻ്റ് കൂടെ നിങ്ങളിതിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് സിംറ്റംസ് ഓഫ് ഗ്രൂപ്പ് തിങ്ക്. അത് ഗ്രൂപ്പ് തിങ്ക് തിയറി എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ എഴുതാൻ കഴിയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് സിംറ്റംസ് ഓഫ് ഗ്രൂപ്പ് തിങ്ക്. അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് ഗ്രൂപ്പ് തിങ്കിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇല്യൂഷൻ ഓഫ് ഇൻവൾണറബിലിറ്റി. നമുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്യാങ് ഉണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും അല്ലേ, ഞാൻ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഒത്തൊരുമയുള്ള കുറേ കാലങ്ങളായി ഒത്തുചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പിലാണ് എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് നമുക്ക് വരും. ആ ഒരു കോൺഫിഡൻസ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അതായത് നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലേറെ കുറച്ചും കൂടി റിസ്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ കൂട്ടത്തിലാകുമ്പോൾ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളത് കൊണ്ടെത്തിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഒറ്റയ്ക്കാകുമ്പോൾ ചെയ്യാത്ത പല കാര്യങ്ങളിലേക്കും നമ്മൾ എടുത്ത് ചാടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഹൈ ലെവൽ ഓഫ് ഒപ്റ്റിമിസം അവിടെ വരുന്നു, ഒരു വളരെയധികം ഒരു ഓവർ കോൺഫിഡൻസ് അതിൽ കൊണ്ടെത്തിക്കുന്നു. അത് കാരണം തന്നെ അവരെ തന്നെ ഇമാജിൻ ചെയ്യാണ് അവരെന്തായാലും പെർഫെക്റ്റ് ആണ്, അവരെടുക്കുന്ന തീരുമാനങ്ങളും പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. അതാണ് ഇല്യൂഷൻ ഓഫ് ഇൻവൾണറബിലിറ്റി. നെക്സ്റ്റ് വരുന്നതാണ് കളക്റ്റീവ് റേഷണലൈസേഷൻ. കളക്റ്റീവ് റേഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് എടുക്കുന്ന ഒരു തീരുമാനം, എല്ലാവരോടും ഡിസ്കസ് ചെയ്തെടുക്കുന്ന തീരുമാനത്തിൽ കുറച്ചെങ്കിലും ഒരു ഡിസഗ്രിമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അതിന് എഗ്രി ചെയ്യാത്ത രീതിയിൽ കുറച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അവരതിനെന്ത് ചെയ്യും, കുറേ ന്യായീകരണങ്ങൾ കണ്ടെത്തിയിട്ട് ഇതിങ്ങനെയല്ല, നമ്മളെടുക്കുന്ന ഡിസിഷനാണ് കറക്റ്റ് എന്നുള്ള രീതിയിലേക്ക് അതിന് കുറേ സജഷൻസും കാര്യങ്ങളും കൊടുത്ത് അവർ വീണ്ടും അവരെടുത്ത ആ ഒറിജിനൽ ഡിസിഷൻ തന്നെ വീണ്ടും എടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. അതായത് അവരാദ്യം എടുത്ത തീരുമാനം തന്നെ വീണ്ടും എടുക്കുന്നു. അതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ അതിനെ അവർ റാഷണലൈസ് ചെയ്ത് ന്യായീകരിച്ച് അതിനെ തള്ളി മാറ്റി അവരെടുത്ത ഡിസിഷനോട് തന്നെ അവരെന്ത് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ബിലീഫ് ഇൻ ഇൻഹെറൻറ്റ് മൊറാലിറ്റി ഓഫ് ദ ഗ്രൂപ്പ്. നമ്മൾ നിലകൊള്ളുന്ന ഗ്രൂപ്പിന് എപ്പോഴും എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും അറിയാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എന്തായാലും ഗ്രൂപ്പ് മെമ്പേഴ്സിനുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ശരിയാകും എന്ന് അവരെന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. അതാണ് ബിലീഫ് ഇൻ ഇൻഹെറൻറ്റ് മൊറാലിറ്റി. ഇങ്ങനൊരു ബിലീഫ് ഉള്ളത് കൊണ്ട് തന്നെ ദിസ് സബ്സൈഡ്സ് റിപ്പർക്കഷൻസ് ദാറ്റ് മേ ഒക്കർ ഓഫ് വാട്ട് ദേ ഡിസൈഡ്. അത് പറഞ്ഞാൽ റിപ്പർക്കഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രത്യാഘാതങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരെടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പോലും അവർ ചിന്തിക്കുന്നില്ല. നെക്സ്റ്റ് വരുന്നതാണ് ഔട്ട് ഗ്രൂപ്പ് സ്റ്റീരിയോടൈപ്പ്. ഔട്ട് ഗ്രൂപ്പ് സ്റ്റീരിയോടൈപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെടുത്ത തീരുമാനങ്ങളോട് ഡിസഗ്രി ചെയ്യുന്നവർ, അതായത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവർക്ക് അവരെന്താ വിചാരിക്കുന്നത്, ഇവർക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകളില്ലാത്തവരാണെന്ന് അവർ വിചാരിക്കുന്നു. അവരോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും തീരുമാനമെടുക്കാനുള്ള കഴിവുകളില്ല, അവർ ഇൻകപ്പാബിളും വീക്കും ആണെന്നുള്ളത് അവർ വിചാരിക്കുന്നു. അതാണ് ഔട്ട് ഗ്രൂപ്പ് സ്റ്റീരിയോടൈപ്പ്. നെക്സ്റ്റ് വരുന്നതാണ് ഡിറക്റ്റ് പ്രഷർ ഓൺ ദ നോൺ കൺഫേമിസ്റ്റ്. നോൺ കൺഫേമിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ തീരുമാനങ്ങളോട് എതിരെ നിൽക്കുന്നവർ. ഇപ്പോൾ ഗ്രൂപ്പ് ഒരു തീരുമാനം എടുക്കുകയാണ്, പക്ഷേ 1-2 മെമ്പേഴ്സിനെങ്കിലും അതിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുകയാണ്, ഇവർ ഡയറക്റ്റായിട്ടോ അല്ലാതെയോ ഭീഷണിപ്പെടുത്തുകയാണ്, ത്രറ്റൻ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഈ ഗ്രൂപ്പിൽ നിന്നും തിരിച്ചു പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനത്തോട് ഉതകി അവരോട് നിലകൊള്ളാൻ വേണ്ടിയിട്ടോ അവരെന്ത് ചെയ്യാണ്, അവരോട് ചോദിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് അവരെ പ്രഷർ ചെയ്യുക, അവരെടുക്കുന്ന തീരുമാനം തന്നെ ശരിവെക്കാൻ വേണ്ടിയിട്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉന്നയിക്കാതെ അവിടെ എന്ത് ചെയ്യുന്നു, അടിച്ചമർത്തപ്പെടുന്നു. നോൺ കൺഫേമിസ്റ്റ് അവിടെ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സെൽഫ് സെൻസർഷിപ്പ്. സെൽഫ് സെൻസർഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്രൂപ്പിലൊരു മെമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അവരെടുത്ത തീരുമാനത്തോട് എന്തോ ഒരു രസമില്ലായ്മ തോന്നുകയാണ്, എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്ക് തോന്നുകയാണ്. എന്നിട്ട് അത് ഉന്നയിച്ചെങ്കിലും നമ്മൾ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ, എന്താ എനിക്ക് മാത്രം ഇങ്ങനെ തോന്നുന്നത്, എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവരെടുത്ത തീരുമാനത്തിലൊരു സംശയം വരുന്നത്, മേ ബി ഞാൻ തെറ്റുകാരനായതുകൊണ്ടാവാം, എൻ്റെ ചിന്തയിൽ വന്ന തെറ്റുകൊണ്ടായിരിക്കാം എന്ന് നമ്മളെ തന്നെ റോങ് ആണെന്നുകൊണ്ട് വിചാരിക്കും അല്ലേ. ചിലപ്പോൾ നമ്മളടുത്തായിരിക്കും കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ടായിരിക്കുക, പക്ഷെ നമ്മൾ ആ ഒരു തീരുമാനം കൊണ്ട് മുന്നോട്ട് പോകാതെ നമ്മളെ തന്നെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഷട്ട് ചെയ്യിപ്പിക്കുന്നു. ഇതിനെയാണ് സെൽഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്.
ഇല്യൂഷൻസ് ഓഫ് എഗ്രിമെൻറ്റ് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മൗനം സമ്മതം എന്നുള്ള ഒരു വേർഡ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. അതായത് ആരും ഒരു ഒപ്പോസിഷനും പറയുന്നില്ല. ഗ്രൂപ്പ് ലീഡർ ഒരു തീരുമാനം പറഞ്ഞു, എല്ലാവരും തലാട്ടി സമ്മതിച്ചു. ഒപ്പോസിഷനൊന്നുമില്ല, സൈലൻസ് ആണ്. ആ സൈലൻസിനെ അവരെങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഓക്കെ, എല്ലാവരും എടുത്ത തീരുമാനം കൊണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ റെഡിയായി കഴിഞ്ഞു എന്നുള്ളത് അവർ വിചാരിക്കുന്നു. ഇതാണ് ഇല്യൂഷൻസ് ഓഫ് എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് സെൽഫ് അപ്പോയിൻറ്റഡ് മൈൻഡ് ഗോഡ്സ്. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. ഓക്കെ, സോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ സിംറ്റംസ് ഓഫ് ഗ്രൂപ്പ് തിങ്ക് പറഞ്ഞതിൽ ഡൗട്ട്സ് വരാൻ സാധ്യതകളുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വരുന്ന പോയിൻ്റാണ് സെൽഫ് അപ്പോയിൻറ്റഡ് മൈൻഡ് ഗോഡ്സ്. ആ ഒരു വേർഡിന് നിങ്ങൾക്ക് എന്ത് മീനിങ്ങാണ് തരുന്നത്? സ്വന്തമായി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡി ഗാർഡ് എന്ന് കേട്ടിട്ടില്ലേ? കാവൽക്കാർ അല്ലേ? അപ്പോൾ ഈ കാവൽക്കാരുടെ ഡ്യൂട്ടി എന്താണ്? എന്തെങ്കിലും അവരെടുത്ത തീരുമാനത്തിന്, ഗ്രൂപ്പ് എടുത്ത തീരുമാനത്തിന് എതിരായിട്ട് ആരെങ്കിലും കൈ ഉയർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ടത് തൻ്റെ കടമയാണെന്നുള്ളത് മറ്റുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് വിചാരിക്കുക. ഓക്കെ, ഗ്രൂപ്പ് ലീഡർ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല, മറ്റുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെ അവരെ നിരുത്സാഹപ്പെടുത്തി അതിനുള്ള റെസ്പോൺസിബിലിറ്റി അവരെ ഏറ്റെടുക്കും. അതായത് ഗ്രൂപ്പ് എടുത്ത തീരുമാനം കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള റെസ്പോൺസിബിലിറ്റി അവർ തന്നെ എന്ത് ചെയ്യാണ്? ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്രൂപ്പ് തിങ്ക് തിയറീനെ കുറിച്ച് പറയാനുള്ളത്. വീണ്ടും പറയാണ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കണം. ഡൗട്ട്സ് വെച്ചുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകരുത്. ഓക്കെ, സോ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.